ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഹയർസിനെ കുറിച്ച് തന്നെയാണ്. നമ്മുടെ ഹയർസിന്റെ പ്രമാദമായ അപ്പീല് ഇന്ന് ഹിയറിംഗ് ഉണ്ടായിരുന്നു. ഇതിന്റെ തുടക്കത്തിൽ തന്നെ ഇന്ന് രാവിലെ മുതലെയുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ രാവിലെ വിളിച്ച സമയത്ത് ആദ്യം പി പി അവിടെ ഹാജരായിരുന്നില്ല. അതൊരു മിസ്കമ്മ്യൂണിക്കേഷനാണ്. ഇത് ഈ കോടതിയിലല്ല ഈ കേസ് ഉണ്ടാവേണ്ടത്, അത് മറ്റ് ബെഞ്ചിലേക്ക് മാറ്റുമെന്നുള്ള ഒരു അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെ ഇന്ന് കോടതിയിൽ ഹാജരാവാതിരുന്നത്. രണ്ടാമത് ഇവരെ അതിനുശേഷം ഇന്ന് ഈ കോടതിയിൽ തന്നെയാണ് ഈ കേസ് എന്ന് പറഞ്ഞ് അവരെ വിളിച്ചു കൊണ്ടുവന്ന സമയത്ത് ഹൈറിച്ചിൻ്റെ പ്രമാദമായ വക്കീലന്മാർ അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പിന്നെ അവരെ കാത്തുനിന്നു. അപ്പോൾ പിന്നെ ഇപ്പോൾ ഒരു 12 മണിയോടുകൂടി ഇവരുടെ വക്കീലും കോടതിയിൽ ഹാജരായി. ഇതിൽ ഇന്ന് എടുത്തു പറയേണ്ടത് നിക്ഷേപകർക്ക് വേണ്ടിയിട്ട് വക്കീൽ ഹാജരായിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഉള്ള കാര്യം എന്ന് പറയുന്നത് ഈ കോടതിയിലല്ല ഈ കേസ് ഫർദർ ഹിയർ ചെയ്യേണ്ടത്, അതിന് വേറെ റെഗുലർ ബെഞ്ച് ഉള്ളത് കൊണ്ട് ഈ കേസിൻ്റെ മെറിറ്റിലേക്ക് കടക്കൂല എന്നുള്ള കാര്യമായിരുന്നു ജഡ്ജ് ആദ്യമേ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ പ്രയറിലുള്ള സെയിൽ നടക്കാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത്, അത് ഒന്നുകിൽ നിങ്ങൾ തന്നെ സെയിൽ നടത്തൂല എന്ന് സമ്മതിക്കുക, അല്ലെങ്കിൽ ഞാൻ അത് തടയാനുള്ള കാര്യങ്ങൾ, സെയിൽ മാത്രം, മറ്റു കാര്യങ്ങളല്ല, അതിൻ്റെ എല്ലാ പ്രൊസീജിയറും നടത്താം, ലേലം നടത്താം, പക്ഷെങ്കിൽ കൈമാറ്റം മാത്രം നടത്തരുത് എന്നുള്ള കാര്യമാണ് ജഡ്ജ് പറഞ്ഞിരുന്നത്. അപ്പോൾ അങ്ങനെ പറഞ്ഞ സമയത്ത് ഗവൺമെൻറ്റിൻ്റെ വക്കീലിനോട് GP തന്നെ ചോദിച്ചു എന്താണ് ചെയ്യേണ്ടത് എന്ന്. അപ്പോൾ GP പറഞ്ഞു, ഓക്കെ, നമുക്ക് അടുത്ത തിങ്കളാഴ്ച ചൊവ്വാഴ്ചയോടുകൂടി മറ്റു ബെഞ്ചിലേക്ക് കേസ് പോകും, അതുകൊണ്ട് തേഴ്സ്ഡേ വരെ നമ്മൾ സെയിൽ നടത്തില്ല എന്നുള്ള വാക്ക് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും ഇതിനൊരു സ്റ്റേ എന്ന് പറയാൻ പറ്റില്ല. ഹൈറിച്ചിൻ്റെ കാശ് വാങ്ങി പാവപ്പെട്ട നിക്ഷേപകരെ പറ്റിക്കുന്നവർ ചിലപ്പോൾ സ്റ്റേ എന്നുള്ള വാക്കുകൾ ഉപയോഗിക്കുമായിരിക്കും. പക്ഷേങ്കിൽ ഇതൊരിക്കലും സ്റ്റേ അല്ല. ഇതിൻ്റെ എല്ലാ പ്രൊസീജിയറും നടത്താം, പക്ഷേങ്കിൽ കൈമാറ്റം, താക്കോൽ കൈമാറ്റം മാത്രം നടത്തരുത്. ശ്രീനിയെ ഇറക്കി വിടാം, പക്ഷേങ്കിൽ അതിൻ്റെ ശ്രീനിയെ ഇറക്കി വിടാൻ പറ്റില്ല. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒളിവിൽ 2 മാസമായി ഒളിവിലാണ്. അപ്പോൾ ഇതാണ് ഇന്നുണ്ടായിരിക്കുന്ന കേസ്. അതിനിടയ്ക്ക് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവർ പറഞ്ഞു നമുക്ക് അങ്ങനെയാണ്, നമുക്ക് ഇത് അങ്ങനെ ഇറക്കി വിടരുത് എന്നല്ല പറഞ്ഞ സമയത്ത് പറഞ്ഞു ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്ന് പോലും ചോദിക്കുന്ന അവസ്ഥ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ എന്ന് ഹൈറിച്ചിൻ്റെ വക്കീലിനോട് ചോദിച്ചു. അപ്പോൾ ഇത് അടുത്ത ആഴ്ചയിലേക്ക് മാറ്റിവെക്കും എന്ന് പറഞ്ഞ സമയത്ത് ഹൈറിച്ചിൻ്റെ വക്കീൽ പറഞ്ഞു ഞാൻ ഡൽഹിയിൽ നിന്നാണ് വരുന്നത്. പണ്ടൊരു വക്കീൽ വന്നിട്ടായിരുന്നു, മറ്റേ ഈ ഹൈറിച്ചിന് വേണ്ടിയിട്ട് ആദ്യകാലത്ത് ഒരു വക്കീൽ വന്നിട്ടുണ്ട്. ഞാൻ 20 കൊല്ലം സുപ്രീം കോടതിയിൽ വക്കീലായിരുന്നു, എന്നെ കണ്ടാൽ പറയില്ല എന്നാലും ഞാൻ 20 കൊല്ലം സുപ്രീം കോടതി, അതായത് ഞാൻ പറഞ്ഞു നീ 20 കൊല്ലം സുപ്രീം കോടതിയിൽ വക്കീലായിരുന്നാലും പക്ഷേങ്കിൽ ഒരു ആവശ്യത്തിന് വേണ്ടി രണ്ട് അപ്പീൽ കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പിന്നെ ഒറ്റ ഓട്ടായിരുന്നു. പിന്നെ അദ്ദേഹത്തെ നമ്മൾ കോടതി മുറിയിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഇദ്ദേഹം പറഞ്ഞു ഞാൻ ഡൽഹിയിലാണ് വരുന്നത്, ഇപ്പോൾ തന്നെ കേസ്. അന്നേരം ജഡ്ജി പറഞ്ഞു നിങ്ങൾ എവിടുന്ന് വന്നു കഴിഞ്ഞാലും എനിക്ക് അത് ബാധകമല്ല എന്ന് പറഞ്ഞു. എന്താണല്ലേ ഇങ്ങനെ ഈ നമ്മൾ ചാണകം ചവിട്ടിയാൽ ചാണകം മണക്കും, അത്രമാത്രം പറയാം. ബൈ.